നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ഇഡി കേസിൽ CMRL തിരിച്ചടി. സ്റ്റേ വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുക അല്ലേ വേണ്ടതെന്ന് കോടതി. അപ്രിയമായ രീതിയിലാണ് ഇഡി ഇടപെട്ടതെന്ന് CMRL. നിങ്ങൾക്കധികം പുറത്തേക്കൊന്നും പോകാതെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് ഇവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സൗകര്യമുണ്ടാക്കും. വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ ഇടമാക്കുമെന്ന് മുഖ്യമന്ത്രി. കുട്ടികൾക്ക് പഠിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടാകുമെന്നും സതീശൻ. സംസ്ഥാനതല പ്രവേശന ഉത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. മിൽമ പാലിനും തൈരിനും പാചകവാതക വാണിജ്യ സിലിണ്ടറിനും വില കൂട്ടി. പാൽ ലിറ്ററിന് 4 രൂപ കൂട്ടി. തൈര് കിലോയ്ക്ക് 10 രൂപയുടെ വർധനവ്. വാണിജ്യ LPG സിലിണ്ടറിന് കൂട്ടിയത് 46 രൂപ. അൻസിബയ്ക്കെതിരായ പരാതിയിൽ വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമെന്നും സംഘടന ഇടപെടേണ്ടെന്നും നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ് സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? ACPക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകി. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തോട് അടുക്കുന്നു. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. 3-ാം തീയതി വരെ മീൻ പിടിക്കാൻ കടലിൽ പോകരുത്. അതിരപ്പള്ളിയിൽ എത്തിയ വനം മന്ത്രിയെ തടഞ്ഞു കാട്ടാന. വാഹനം ആനയ്ക്ക് മുന്നിൽപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ചയാളുടെ വീട്ടിലെത്തവേ മന്ത്രിക്ക് യാത്ര തുടരാനായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തിയതോടെ. തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യാ ശ്രമത്തിൽ 3 ആശുപത്രി ജീവനക്കാർക്കെതിരെ കേസ്. നടപടി നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. തമിഴ്നാട്ടിൽ അണ്ണാമലൈ BJP വിടുമെന്ന അഭ്യൂഹം ശക്തം. മക്കൾ ശക്തി ഇയക്കം എന്ന പേരിൽ പുതിയ പ്രസ്ഥാനം ആരംഭിക്കും. നീക്കം ത്രിഭാഷാ നയത്തെ ചൊല്ലി കേന്ദ്രവുമായി അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കിയതിന് പിന്നാലെ. അഭിഷേക് ബാനർജിക്കെതിരായ ആക്രമണത്തിലെ പ്രതികൾക്ക് TMC ബന്ധമെന്ന് റിപ്പോർട്ട്. സോനാപൂരിലെ TMC മുൻ MLA ലൗലി മൈത്രയുമായി അടുത്ത ബന്ധമുള്ളവരെന്ന് BJP. മമത വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാതെ 60 MLA മാർ. തൃണമൂലിൽ കടുത്ത ഭിന്നതയെന്ന് സൂചന. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് കടുത്ത ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. ലെബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി. 900 വർഷം പഴക്കമുള്ള ബ്യൂഫോർട്ട് കോട്ടയും തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചു. കൂടുതൽ ഉള്ളിലേക്ക് നടപടി വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ സേന. ആശുപത്രിക്ക് നേരെയും ആക്രമണം. ഇറാന്റെ 100 കോടിയുടെ ക്രിപ്റ്റോ ആസ്തികൾക്ക് അമേരിക്കൻ ഉപരോധം. സമ്പൂർണ്ണ നിരായുധീകരണം വേണമെന്ന് അമേരിക്ക. നടക്കില്ലെന്ന് ഇറാൻ. വെടിനിർത്തൽ കരാറിൽ അനിശ്ചിതത്വം. IPL വണ്ടർ ബോയിയായി വൈഭവ് സൂര്യവംശി. തിരുത്തിയത് 1 പിടി റെക്കോർഡുകൾ. 16 മത്സരങ്ങളിൽ നിന്ന് 776 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ്. അടിച്ചെടുത്തത് 72 സിക്സുകൾ. വേഗത്തിൽ 1000 റൺസ് നേടുന്ന താരവുമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാസപ്പടി കേസിൽ CMRL തിരിച്ചടി. ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും. ED അധികാരപരിധിക്ക് അപ്പുറമാണ് അന്വേഷണം തുടങ്ങിയതെന്നാണ് CMRLന്റെ വാദം. എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇതിപ്പോ EDയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ്. CMRL തിരിച്ചടിയുമാണ്, സംശയമില്ല. അന്വേഷണം തുടരാം എന്നതാണ്. എന്തൊക്കെയാണെന്ന് കോടതിയിൽ നടന്നത്? CMRLന്റെ പ്രധാന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു?
രഞ്ജിത്ത്, ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും CMR നൽകിയിരിക്കുന്ന ഹർജി കോടതി പരിഗണിക്കുകയാണ്, ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയാണ്. അതിൽ ഇടക്കാല ഉത്തരവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അതിൽ പൂർണ്ണമായി വാദം കേട്ട് ഇന്ന് തന്നെ വാദം കേട്ട് അന്തിമ തീരുമാനമെടുക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഉത്തരവിന്, അതായത് ഈ ഹർജിക്ക് സ്റ്റേ ഇല്ല എന്ന വാക്കാൽ കോടതി പരാമർശിക്കുകയുണ്ടായി. EDക്ക് നിരപരാധിയെങ്കിൽ EDയുടെ അന്വേഷണം നേരിടേണ്ടതല്ലേ വേണ്ടത്? അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൽ കുറ്റവിമുക്തരാണെന്ന് കണ്ടെത്തിയാൽ CMRന് ക്ലീൻ ചിറ്റ് ലഭിക്കുമല്ലോ എന്നും കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ കോടതിയിൽ ഇതിന്റെ വാദം പുരോഗമിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ നിരപരാധിത്വം വ്യക്തമാക്കാൻ EDക്ക് മുന്നിൽ CMRന് രേഖകൾ നൽകാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, EDയുടെ താല്പര്യത്തിന് വഴങ്ങാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് CMRൽ പ്രധാനമായിട്ടും കോടതി അറിയിച്ചത്. ED നിർബന്ധപൂർണ്ണമായും ഇത്തരത്തിൽ പരിശോധിക്കണമെന്നുള്ള നിർബന്ധം മുന്നോട്ട് വെക്കുമ്പോൾ EDക്ക് അതിനുള്ള നിയമസാധുതയില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആണ് കോടതിയിൽ CMRൽ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും EDയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, ഒരു എഫ്ഐആറോ അതിൽ CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസോ അതിലൊരു FIR ഇല്ലാതെ EDക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ECIR രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അത് CBIയോ പോലീസോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി EDക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള നിയമസാധ്യതകൾ പരിശോധിക്കണമെന്നാണ് കോടതിയിൽ CMRൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ED ഇത്തരത്തിലൊരു പരാതിയില്ലാതെ, ഇത്തരത്തിൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു FIR ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പരാതിയില്ലാതെ, ഈ പരാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ ED മുന്നോട്ട് പോവുകയാണ്. ED തന്നെ, അത് SFIO എന്ന് പറയുന്നത് തന്നെ ഒരു കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകേണ്ടുന്ന ഏജൻസിയാണ്. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ അഴിമതിയും ഇത്തരത്തിലുള്ള ഇടപെടലുകളും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ SFIOയുടെ നിയോഗം. അതാണ് ആ SFIO ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. SFIOയുടെ ടേമിൽ പറഞ്ഞാൽ അത് പ്രോസിക്യൂഷൻ റിപ്പോർട്ടാണ്, പ്രോസിക്യൂഷൻ കംപ്ലൈൻ്റ് ആണ്. പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റ് സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഇപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ CMRൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് EDയെ സംബന്ധിച്ചിട്ട് EDക്ക് ഇതിൽ പ്രത്യേകിച്ചും ഇടപെടാനുള്ള അധികാരമില്ല. ഈ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ വേണ്ടി മാത്രമുള്ള അധികാരം പരിധിയുള്ള SFIOയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഇടപെടൽ നടത്തുന്നത് എന്നാണ്. EDയുടെ എല്ലാ നടപടികളെയും ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്, CMRൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, EDയുടെ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്ന് പറയാനാകില്ല. EDയുടെ അന്വേഷണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന നിസ്സഹകരണം എന്ന് അതിനെ പരിഗണിക്കാനാകില്ല എന്നുമാണ് കോടതിയിൽ CMRൽ വാദിച്ചത്. സുപ്രീം കോടതി അഭിഭാഷകനാണ്, മുതിർന്ന അഭിഭാഷകനാണ് CMRന് വേണ്ടി ഹാജരായിട്ടുള്ളത്. അതുപോലെ EDക്ക് വേണ്ടി അഡീഷണൽ പ്രോസിക്യൂഷൻ ജനറലാണ് ഹാജരായിട്ടുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ED മുന്നോട്ട് വയ്ക്കുന്നതും അതുപോലെ CMR മുന്നോട്ട് വയ്ക്കുന്നതുമായ വാദങ്ങൾ ഇത് തുടരുകയാണ്. ED അതിൽ QMLA നിയമപ്രകാരം ഏത് തരത്തിലാണ് ഇതിനെ, അതായത് CMRന്റെ രേഖകൾ പരിശോധിക്കാനും അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുമുള്ള നീക്കം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED മുദ്രവെച്ച കവറിൽ അതിൻ്റെ അതായത് കഴിഞ്ഞ ദിവസം നടത്തുള്ള റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ, റെയ്ഡിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ രേഖകൾ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ഈ വാദവുമായി മുന്നോട്ട് പോകുന്നത്. അതാണ് കാര്യം. കോടതി തീരുമാനം വന്നതോടെ ഇനി വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് EDക്ക് വേണമെങ്കിൽ കടക്കാം. ED തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഈ കോടതിയിൽ കേസുണ്ട്, അത് EDക്ക് തടസ്സമായിരുന്നു നിയമപരമായി മുന്നോട്ട് നീങ്ങാൻ. ആ പ്രശ്നം ഏതാണ്ട് ഒരു പരിധിവരെ തീർന്നു എന്ന് കാണാം. പക്ഷെ അപ്പോഴും പൂർണ്ണമായ വാദങ്ങൾക്ക് ശേഷമായിരിക്കണം കോടതിയുടെ അന്തിമ ഉത്തരവ് വരിക. അതുവരെ വെയിറ്റ് ചെയ്യുമോ, അതോ വളരെ പെട്ടെന്ന് തന്നെ സമൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED പോകുമോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അങ്ങനെ ആ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ അന്തിമ റിപ്പോർട്ട് ഇതുവരെ വരാത്ത സാഹചര്യത്തിൽ നിലവിൽ ED നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ അത് കോടതി മുഖവിലക്കെടുത്തില്ല. ED അന്വേഷണം റദ്ദാക്കണം, സിംഗിൾ ബെഞ്ചിൻ്റെ വിധി റദ്ദാക്കണമെന്ന കാര്യം കോടതിയിൽ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചെങ്കിലും അത് മുഖവിലക്കെടുക്കാതെയാണ് EDക്ക് അന്വേഷണവുമായി തുടരാമെന്ന നിർണായകമായ നിർദ്ദേശം ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത്
ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവമുണർത്തുന്ന കാര്യം നമുക്കറിയാം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ ED സംഘം കഴിഞ്ഞ ദിവസം പുലർച്ചെ പരിശോധന നടത്താൻ എത്തുന്നു. ഏതാണ്ട് 8 മണിക്കൂർ പരിശോധന നടത്തുന്നു. ആ പരിശോധനയും ചോദ്യം ചെയ്യലുമൊക്കെ അല്ലെങ്കിൽ മൊഴിയെടുക്കലുമൊക്കെ തുടരുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ CPMൻ്റെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ കൂട്ടമായി അവിടേക്ക് എത്തുകയും അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും 8 മണിക്കൂറിന് ശേഷം ED സംഘം പരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ ആ വാഹനം തടഞ്ഞു നിർത്തി അത് തല്ലി തകർക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം നീണ്ടത്, ആ പരിശോധന നടന്നത് പിണറായി വിജയൻ്റെ വസതിയിലാണ് എന്ന ഒറ്റ കാരണത്താലാണ്. പക്ഷേ ഇതിനൊക്കെ ശേഷം കൗതുകകരമായൊരു കാര്യമുണ്ടായി. പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, എന്നോട് അവർ ഒന്നും ചോദിച്ചിട്ടില്ല, മകളോട് എന്തൊക്കെയോ ചോദിക്കുന്നത് കേട്ടു, താൻ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അതായത് തന്നെ നേരിട്ട് അതുമായി ബന്ധിപ്പിക്കാനുള്ള ഒന്നും EDയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ തന്നെ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ വെട്ടിലായത് പ്രതിഷേധിച്ചവരാണ്. പിന്നെ എന്തിനാണ് പ്രതിഷേധിച്ചത്? കാരണം വീണ വിജയൻ പാർട്ടിയുടെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കുന്നയാളല്ല, പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളയാളല്ല, മുൻ മുഖ്യമന്ത്രിയുടെ മകളാണ്, അല്ലെങ്കിൽ നിലവിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മകളാണ് എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വീണ വിജയന് പ്രതിരോധം തീർക്കേണ്ട എന്ത് കാര്യമാണുള്ളത് എന്ന ചോദ്യം പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ അതിന് പിന്നാലെ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായൊരു നിരീക്ഷണം വരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ED കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ചോദ്യം ചെയ്യാനായി ഇനി കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനാണ് സാധ്യത. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ ബാങ്ക് ഇടപാടുകൾ എന്തൊക്കെയായിരുന്നു, ഈ 1.72 കോടി രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് സേവനങ്ങൾ, എക്സാലോജിക് IT സേവനങ്ങൾ നൽകിയതിനുള്ള പ്രതിഫലമായിട്ടാണ് എന്ന വാദം, അത് ഇനി എത്ര കണ്ട് പ്രതിരോധം തീർക്കുന്ന തരയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ആ വാദമുഖങ്ങൾ കൊണ്ട്? അങ്ങനെയെങ്കിൽ ആ സേവനങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ സേവനം നൽകി എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പണം എത്താനിടയായ സാഹചര്യം? അതിൻ്റെ സോഴ്സ് എന്താണ്? ഇതിന് പിന്നിലെ ഒരു ധാരണ എന്തായിരുന്നു? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വീണ വ്യക്തത വരുത്തേണ്ടി വരും. ഒരുപക്ഷെ CMRLനും എക്സാലോജിക്കിനും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറാൻ പോകുന്നത് ഈ ചോദ്യങ്ങളോട് ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ബാങ്കിൻ്റെ തന്നെ ലോക്കറിൽ വീണ വിജയൻ സൂക്ഷിച്ചിരിക്കുന്ന സാമ്പത്തിക രേഖകൾ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടി ED ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വീണയുടെ ഈ 2018നും 2021നും ഇടയിൽ നടന്ന മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി വിശദമായ അന്വേഷണം എത്തും. ഏതായാലും EDയുടെ ഇനിയുള്ള നടപടി എന്താണ് എന്നുള്ളത് വീണയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പുത്തൻ സ്കൂൾ, പുത്തൻ കൂട്ടുകാർ. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം ക്ലാസ്സിൽ നിന്ന് ചിരിയും കരച്ചിലും ഒരുപോലെ ഉയർന്നു. ചേർത്ത് പിടിക്കാനും കണ്ണീർ തുടയ്ക്കാനും അധ്യാപകർ പലപ്പോഴും അമ്മമാരായി. 44 ലക്ഷം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലായി 1 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് ഇന്ന് മധ്യവേനൽ അവധിക്ക് ശേഷം വീണ്ടും എത്തുന്നത്. അതിൽ തന്നെ 3 ലക്ഷത്തോളം കുരുന്നുകൾ ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നവരാണ് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിപുലമായ ആഘോഷങ്ങളാണ് ഇവിടെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് പട്ടം ഗേൾസ് സ്കൂളിലെ 1ാം ക്ലാസ്. ഇവിടെ വിദ്യാർത്ഥിനികളൊക്കെ കിരീടം വെച്ച്, കൊച്ചു കിരീടം വെച്ച് മിടുക്കികളായിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താ പേര്? എവിടെ വീട്? ചേന്തി. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ വന്നിട്ട്? ഇഷ്ടപ്പെട്ടോ? അച്ഛനും അമ്മയൊക്കെ പോയോ? അതോ ഇവിടെ ഉണ്ടോ? വെളിയിലുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിച്ചാണ് കേട്ടോ. എന്താ പേര്? എന്റെ പേര് ആരാധ്യ. എവിടെയാ വീട്? വീട് ചാലക്കുടിയില്. സ്കൂൾ ഇഷ്ടപ്പെട്ട? കൂട്ടുകാരൊക്കെ കിട്ടിയ? എന്താ പേര്? അദ്രിജ. എവിടാ വീട്? പാറോട്ട് പോണം. കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ഇഷ്ടപ്പെട്ടോ ക്ലാസ്? നല്ലതായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ. ഹലോ കുട്ട, എന്താ പേര്? അനന്യ. എങ്ങനെയുണ്ട് പുതിയ ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ?
നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്, വലിയ സന്തോഷത്തിലാണ് കുരുന്നുകൾ. അപ്പുറത്തെ ഡിവിഷനിൽ ചില കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നത് കണ്ടു. അമ്മമാർ പുറത്തേക്ക് ഇറങ്ങാൻ ടീച്ചർമാർ ആവശ്യപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ട് അവരുടെ വിഷമം പങ്കുവെക്കുന്ന കുരുന്നുകളൊക്കെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ് മുറിയിലുണ്ട്. പക്ഷേ ഇവിടെ ധൈര്യശാലികളായ കുട്ടികളാണ്, ആരും കരയുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ അധ്യാപകർ അടുത്ത് എന്താണോ പറയുന്നത് അത് ചെയ്യാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടിക്കൂട്ടമാണ്. ഏതാണ്ട് 56 പേരാണ് പട്ടം ഗേൾസ് സ്കൂളിൽ 1ാം ക്ലാസ്സിലേക്ക് 2 ഡിവിഷനുകളിലായി ഇത്തവണ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഡിവിഷൻ കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ ഇതിനോടകം 2 ഡിവിഷനുകൾ മാത്രമേ ഉള്ളൂ. 6-ാം തീയതിക്ക് മുമ്പ് പ്രവേശന നടപടികൾ പൂർത്തിയാകുന്നതോടെ ഒരു ഡിവിഷൻ കൂടി അധികമായി ABC 3ാമത് ഒരു ഡിവിഷൻ കൂടി വേണ്ടിവരും എന്നാണ് അധ്യാപകർ നൽകുന്ന വിവരം. എന്തായാലും വലിയ പ്രതീക്ഷയോടെ അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്കൂളിലേക്ക് ചുവടുവെക്കുകയാണ്. പ്രതീക്ഷയ്ക്കൊപ്പം കേരളവും അവർക്ക് സ്വാഗതം ഓതുകയാണ്. എന്തായാലും കൗതുക കാഴ്ചകളാണ് ഈ ക്ലാസ് മുറികളിൽ മുഴുവൻ ഇപ്പോൾ നിറയുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയിൽ അമ്മമാർക്ക് വലിയ പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപകരും രക്ഷിതാക്കളുമായി നല്ല ബന്ധം പുലർത്തണം. ഇത് AI കാലമെന്നും അറിവ് ശരിയായി ഉപയോഗപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ, അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം, നല്ല സൗഹൃദം ഉണ്ടാകണം. ഇപ്പോഴെന്താ പുതിയ കണ്ടുപിടുത്തം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് നേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് നേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും സമയത്ത് പാഠപുസ്തകം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി. യൂണിഫോം വിതരണം ഏറെക്കുറെ പൂർത്തിയാക്കി. പുതുയുഗ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. കാലോചിതമായ പരിഷ്കാരം വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. വിദ്യാഭ്യാസ വിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്യും എന്നും മന്ത്രി അറിയിച്ചു. എല്ലാ സ്കൂളുകളിലും സമയത്തിന് പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ സാധിച്ചു. യൂണിഫോം വിതരണം കാര്യക്ഷമമായി ഏറെക്കുറെ പൂർത്തീകരിച്ചു. സ്കൂളുകളിലൊക്കെ ഇന്ന് നല്ല സൗഹൃദപൂർണമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കുട്ടികളെ ബഹുമാനിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരു പുതുയുഗ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട്. ഔട്ട്ഡേറ്റഡായ കാര്യങ്ങളല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലം, വിദ്യാഭ്യാസ രംഗം വളരെ പ്രാപ്തമാകണം, ശാക്തീകരിക്കപ്പെടണം, പോരായ്മകൾ പരിഹരിക്കപ്പെടണം, കാലോചിതമായി പരിഷ്കരിക്കപ്പെടണം എന്നൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങളൊക്കെ അക്കാദമിക സമൂഹവുമായി വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ സ്വായത്തമാക്കാൻ വിദ്യാലയങ്ങളിലേക്ക് പുതുതായി എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ നേടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യ നേടി മിടുക്കരാകുന്നതിനൊപ്പം മാനവികതയുടെ മഹത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യരായി വളരാനും ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കട്ടെ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ കരസ്ഥമാക്കിയ നേട്ടങ്ങൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. വാൽപ്പാറ ദുരന്തത്തിന്റെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പുത്തൻ രൂപഭാവത്തിൽ പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂൾ. ചുമരിലെ പഴയ ചിത്രങ്ങൾക്ക് പകരം പുതിയ വർണ്ണചിത്രങ്ങൾ, ക്ലാസ് റൂമുകളിൽ പുതിയ നിറം, പുതിയ ഉപകരണങ്ങൾ, മുറ്റത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തിയ കുട്ടികൾക്കെല്ലാം എല്ലാ അർത്ഥത്തിലും ഇതൊരു പുതിയ സ്കൂളായിരുന്നു. ഒരു വലിയ ദുരന്തം അതെല്ലാം മറന്നേ കഴിഞ്ഞിരിക്കുന്നു ഈ പാങ് പള്ളിപ്പറമ്പ് സ്കൂൾ. നമ്മളിപ്പോൾ എത്തുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ഥലത്തെത്തിയതിൻ്റെ അനുഭൂതിയാണ്, അതിൻ്റെ ഒരു ചിന്തയായിരിക്കും ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മൾ കാണാം. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തോടെ ഒരു പാർക്കിൽ എന്നവണ്ണമാണ് സന്തോഷത്തോടെ കളിച്ച് രസിക്കുകയാണ് പ്രവേശനോത്സവത്തിൻ്റെ ദിവസം. കുട്ടികളൊക്കെ രാവിലെ തന്നെ തൊപ്പിയും
അതുപോലെ തന്നെ പൂക്കളമൊക്കെ നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു. ആ സ്കൂള് അടിമുടി മാറിയിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാ ഘടനയും ചിത്രങ്ങളും നിറങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. ഒരു പുതിയ സ്കൂളിലേക്ക് എത്തുന്ന അനുഭൂതിയാണ് ഇവിടെ എത്തുന്ന ഓരോ കുട്ടികൾക്കും ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്തു. മാത്രമല്ല പുതിയ കളിക്കാനുള്ള സംവിധാനങ്ങളും അവരുടെ ഗ്രൗണ്ട് ഇല്ല എന്നതിൻ്റെ ഒരു കുറവ് ഈ കളി സാധനങ്ങളൊക്കെ കൊണ്ട് അവർ നികത്തുകയാണ്. വലിയ സന്തോഷത്തിലാണ് പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ പ്രവേശനോത്സവം നടക്കുന്നത്. കുട്ടികൾക്കെല്ലാം പറയാനുള്ളത് അവർക്ക് ഒരു പുതിയ സ്കൂളിലെത്തിയ അനുഭൂതിയാണ്, അല്ലെങ്കിൽ പുതിയ സ്കൂളിലെത്തിയ പോലെയാണ് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത് എന്നാണ്. പുതിയ സ്കൂൾ പോലെ തോന്നിയോ? പുതിയ ചിത്രങ്ങൾ അല്ലേ, ക്ലാസ് റൂമുകൾ പുതിയ. പോലെ എത്രയല്ലേ പഠിക്കണേ? 4. എന്താണ് സ്കൂളിലേക്ക് വന്നപ്പോൾ തോന്നിയത് ആദ്യം? ഇഷ്ടമായോ ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ? ചിത്രങ്ങളൊക്കെ കണ്ടോ? എത്രയല്ലേ പഠിക്കണേ? 4. എന്താ സ്കൂളിൽ വന്ന ഏറ്റവും ഇഷ്ടം തോന്നിയത്? സന്തോഷം. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചിത്രങ്ങളും ഒക്കെ? നന്നായിട്ടുണ്ടല്ലേ? ഒന്നല്ലേ? ആഹാ, എങ്ങനെയുണ്ട് സ്കൂളില്? നല്ല രസമുണ്ട് അല്ലേ? പുതിയ ചിത്രങ്ങള്, ബലൂണ്, തൊപ്പി, ഹാപ്പിയാണ്. സ്കൂളിന് ഒട്ടേറെ മാറ്റങ്ങൾ ഇനിയും വരുത്തേണ്ടതുണ്ടെന്ന് പ്രധാന അധ്യാപക ചുമതലയുള്ള ശ്രീ അഹമ്മദൂട്ടി മാസ്റ്റർ പറയുന്നു. കളിസ്ഥലത്തിൻ്റെ കുറവുണ്ട്, മറ്റ് കുറെ കൂടി പുതിയ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ഏറെ വൈകാതെ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് അതിന് വേണ്ട പിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ടെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. സ്കൂളിൻ്റെ എല്ലാതും മാറ്റിയെടുത്തു. ഒരു ചുമരിൽ പോലും പഴയ ഒരു ചിത്രം ഇല്ലാത്ത രീതിയിൽ കുട്ടികൾക്ക് പഴയ ഓർമ്മകളൊന്നും തിരിച്ചു വരാത്ത രീതിയിൽ ഒരു മാറ്റമാണ് നമ്മളവിടെ വരുത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നാട്ടുകാർ ഒന്നടങ്കം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പ്രദേശത്തുള്ളവർ ഇത് അവരുടെ സ്വന്തം ഇടമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കൈകോർത്ത് നിന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ വിദ്യാലയത്തിന് ഇന്നത്തെ വിജയം. അപ്പോൾ ഈ പ്രദേശത്തുകാരുള്ള എല്ലാ കുട്ടികളും ഇവിടെ തന്നെ അടുത്ത വർഷങ്ങളിൽ ചേർന്ന് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ഘട്ടത്തിലും ആരും ഈ മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളിലേക്കല്ല പോയത്. അതിനപ്പുറം എല്ലാവരും പുതിയ ഒരു സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ, പുതിയ ഒരു കാലത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷമാണ് പങ്കുവച്ചത്. ഇങ്ങനെ തന്നെ വേണം മാറ്റത്തിൻ്റെക്കുള്ള യാത്ര. കാരണം നല്ല ദിവസങ്ങൾ ഇനിയാണ് വരാനിരിക്കുന്നത്. കഴിഞ്ഞുപോയതെല്ലാം കഴിഞ്ഞുപോയി എന്ന വലിയ ഒരു സന്ദേശം. അതിനൊപ്പം തന്നെ ഈ ഒരു പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂള് സംസ്ഥാനത്തിന് തന്നെ അടയാളമാകുന്ന ദിവസം ഏറെ വൈകാതെ, മുമ്പ് ഒരിക്കൽ അടയാളപ്പെടുത്തിയ ദുരന്തത്തിൻ്റെ പേരിലാണെങ്കിൽ ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല സ്കൂളുകൾ ഒന്നായിട്ടായിരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ സ്കൂളിനെ ചേർത്ത് പിടിച്ചുന്നവരുടെ ഒരു സംഗമവും, സ്കൂളിന് കുട്ടികൾക്ക് വേണ്ട ബാഗും മറ്റ് പഠനോപകരണം നൽകുന്നവരുടെ കൂട്ടായ്മ, അതേപോലെ സ്കൂളിൻ്റെ പ്രവൃത്തിക്ക് സഹകരിച്ച പഞ്ചായത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ, അങ്ങനെ എല്ലാവരും തന്നെ ഈ ഒരു പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയും മങ്കട MLA മഞ്ഞലാങ്കുഴേലി ഈ സ്കൂളിൻ്റെ വികസനത്തിനായിട്ടുള്ള ദീർഘകാല പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പാങ്ങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ച സന്തോഷം നിറഞ്ഞ ഒട്ടേറെ നിമിഷങ്ങൾ നൽകുന്ന ഒന്നായി മാറുകയായിരുന്നു. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഈ സ്കൂൾ തുറക്കൽ ദിനത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സങ്കട വാർത്തയാണ് പറയാനുള്ളത്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അഞ്ചരക്കണ്ടി മാമ്പ LP സ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. ഈ അധ്യയന വർഷം ഒരു കുട്ടി പോലും പഠിക്കാനില്ലാത്തതിനെ തുടർന്നാണ് വിദ്യാലയം എന്നേക്കുമായി അടച്ചുപൂട്ടുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മണ്ഡലത്തിലെ സ്കൂളിലാണ് താഴ്വീഴുന്നത്. 1862 സ്ഥാപിതമായ മാമ്പ LP സ്കൂളിന് 164 വർഷത്തെ സുദീർഘമായ ചരിത്രമുണ്ട്. പ്രദേശത്തെ ഒട്ടനവധി തലമുറകൾക്ക് അറിവിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഈ വിദ്യാലയത്തിന്റെ പ്രതാപകാലത്ത് 160-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഒരേ സമയം പഠിച്ചിരുന്നു. എന്നാൽ 2002 ശേഷം സ്കൂളിൽ കുട്ടികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം വെറും 8 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ അവശേഷിച്ചിരുന്നത്. അതിൽ 2 കുട്ടികൾ 4ാം ക്ലാസ് പൂർത്തിയാക്കി മറ്റ് സ്കൂളുകളിലേക്ക് മാറിപ്പോയി. സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത മാനേജർ കഴിഞ്ഞ വർഷം തന്നെ സ്കൂള് അടച്ചുപൂട്ടാൻ അനുമതി തേടി വിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സ്കൂളിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ അവശേഷിച്ച 6 കുട്ടികളുടെ രക്ഷിതാക്കളും TC വാങ്ങി മക്കളെ മറ്റു വിദ്യാലയങ്ങളിൽ ചേർക്കുകയായിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെ 5 അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. ഇതിലൊരാൾ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സ്കൂളിന്റെ പ്രഥമ അധ്യാപിക കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചു.
സ്ഥിര നിയമനമുള്ള അവശേഷിക്കുന്ന 3 അധ്യാപകരെ തസ്തിക നഷ്ടപ്പെടുന്ന മുറയ്ക്ക് മറ്റ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് പുനർവിന്യസിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പുത്തൻ കുടകളും ചൂടി കളിച്ചിരികളോടെ കുരുന്നുകൾ അറിവിന്റെ പുതിയ ലോകത്തേക്ക് കാൽവെക്കുന്ന ഈ സുദിനത്തിൽ മാമ്പ LP സ്കൂളിന്റെ മുറ്റം മാത്രം വിജനമാണ്. ആരെയും വരവേൽക്കാനില്ലാതെ, ഒരു തുണ്ടക്ഷരം പോലും കാതോർക്കാനില്ലാതെ ആ ക്ലാസ് മുറികൾ ഇന്ന് മൂകമായി നിലകൊള്ളുന്നു. 1.5 നൂറ്റാണ്ടുകാലം ഒരു നാടിനാകെ വെളിച്ചം പകർന്നു നൽകിയ എത്രയോ പ്രഗത്ഭരെ വാർത്തെടുത്ത ആ അക്ഷരമുറ്റം ഇനി വെറുമൊരു ഓർമ്മചിത്രം മാത്രം. കുട്ടികളുടെ ആരവമില്ലാത്ത ഈ ജൂൺ 1 മാമ്പ LP സ്കൂളിനെ സ്നേഹിച്ച എല്ലാവർക്കും കണ്ണീരണിയിക്കുന്ന ഒരു നോവായി അവശേഷിക്കും. ന്യൂസ് 18 കണ്ണൂർ. 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള മലപ്പുറം പുലാമന്തോൾ AM LP സ്കൂളും അടച്ചുപൂട്ടുകയാണ്. കുട്ടികളില്ലാത്തതിനാലാണ് സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നതെന്ന് മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. സ്ഥലപരിമിതിയും ഭൗതിക സാഹചര്യങ്ങളുടെ ഇല്ലായ്മയും എല്ലാം സ്കൂളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. നാടെങ്ങും പ്രവേശനോത്സവത്തിൻ്റെ ആവേശം നിറയുമ്പോൾ ഇതൊന്നുമില്ലാതെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലുള്ള ഒരു സ്കൂളിന് മുമ്പിലാണ് ഞാനുള്ളത്. മലപ്പുറം പുലാമന്തോൾ AM LP സ്കൂൾ. പണ്ട് പാലൂരായിരുന്നു, അതിനുശേഷം ഇങ്ങോട്ട് മാറിയതാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉള്ള ചരിത്രം ഈ സ്കൂളിനുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം, ഇത് നഗരഹൃദയത്തിലാണ്. പുലാമന്തോൾ നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് 10 സെൻറ്റിൽ നിലനിൽക്കുന്ന ഈ സ്കൂള്. സ്ഥലപരിമിതി തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. 4 ക്ലാസ് മുറിയുള്ള ഒരു കെട്ടിടം മാത്രമാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ വർഷം 12 വിദ്യാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ. കഴിഞ്ഞ വർഷം 3ലും 4ലും മാത്രമേ കുട്ടികളും ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 4 കുട്ടികൾ 5ലേക്ക് മാറി, മറ്റു കുട്ടികൾ TC വാങ്ങിപ്പോയതോടെ ഈ സ്കൂളിൽ ഇത്തവണ പ്രവേശനോത്സവമില്ല, ഈ സ്കൂളിലേക്ക് കുട്ടികളും വരുന്നില്ല. അതോടെ സ്കൂൾ ഏതാണ്ട് അടച്ചുപൂട്ടുന്ന തീരുമാനത്തിലേക്ക് മാനേജ്മെൻറ്റും എത്തിയിട്ടുണ്ട്. 2 അധ്യാപകരാണ് ഇവിടെയുള്ളത്. അവർ മറ്റു സ്കൂളിലേക്ക് സുരക്ഷിതരായി മാറുന്നതോടെ വർഷങ്ങളുടെ പഴക്കമുള്ള, സ്വാതന്ത്ര്യത്തിന് മുൻപേ തുടങ്ങിയ പുലാമന്തോളിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലൊക്കെ ഇടം പിടിച്ച ഈ സ്കൂള് ഓർമ്മയായി മാറുകയാണ്. എന്താണെങ്കിലും നിവൃത്തിയില്ലാത്തതുകൊണ്ട്, കുട്ടികളെ കിട്ടാത്തതുകൊണ്ടും മറ്റുമാണ് ഈ സ്കൂളിങ്ങനെ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നതെന്നാണ് മാനേജ്മെൻറ്റ് വിശദീകരിക്കുന്നത്. കുട്ടികൾ പിന്നെ സൗകര്യം ഇല്ലാത്ത എല്ലാറ്റുള്ള സൗകര്യമാണ്, അതിലില്ല. അതുകൊണ്ട് അടച്ചുപൂട്ടാൻ ടീച്ചർമാരും തന്നെ അതിന് തയ്യാറായിരിക്കണത്. ഞങ്ങൾ അങ്ങേറ്റം ഒന്ന് പരിശ്രമിച്ച് 4 പുറം കുട്ടികളൊക്കെ തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടികളെയും കിട്ടില്ല. അതുകൊണ്ട് പിന്നെ കിട്ടുക. പുലാമന്തോളിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ സ്കൂൾ അടച്ചുപൂട്ടുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് എല്ലാവരും ഒരുപോലെ തന്നെ പറയുന്നു. ഇത് സർക്കാർ ഏറ്റെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് വേണ്ടതെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് ഇവിടെ വ്യാപകമായിട്ട് ഉയരുന്നത്. ഇത് അടച്ചുപൂട്ടുന്നത് ഒരു ദേശീയ പാരമ്പര്യത്തിന് തന്നെ കളങ്കം ചാർത്തുന്ന ഒരു അവസ്ഥയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സ്ഥലമില്ല എന്നുള്ളത് കൊണ്ട് ഈ സ്കൂൾ ഏറ്റെടുത്ത് സ്കൂൾ ഇവിടുന്ന് മാറ്റി നമുക്ക് ഈ പുലാമന്തോളങ്ങാടിയുടെ പരിസര പ്രദേശത്ത് ഇതിനേക്കാൾ കുറഞ്ഞ വില സർക്കാരിന് കയറി എടുക്കാൻ കഴിയും. അവിടേക്ക് മാറ്റിക്കൊണ്ട് ഈ സ്കൂൾ നിലനിർത്തണം എന്നാണ്. ചെറിയ കുട്ടികൾ മുതൽ 4ാം ക്ലാസ് വരെയുള്ളൊരു സ്കൂളാണ്. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അപ്പോൾ ഇത് എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. പഞ്ചായത്തിനിപ്പോൾ നിലനിർത്തണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി പേപ്പറുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാണെങ്കിലും സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്നുള്ളത് ഈ കാലത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ ഉന്നതിക്ക് അല്ലെങ്കിൽ പുരോഗതിക്ക് അടയാളമാവുന്ന കാര്യവുമല്ല. ഇവിടെ ഇടപെടേണ്ടത് സർക്കാർ തന്നെയാണ്. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് സെൻറ്റിന് കോടികൾ വിലയുള്ള പുലാമന്തോൾ നഗരത്തിൻ്റെ മധ്യത്തിലുള്ള ഈ സ്ഥലം ഇങ്ങനെ സ്കൂളിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരുപക്ഷെ ലാഭകരമായി അവർക്ക് തോന്നണമെന്നില്ല. പക്ഷേ ഈ ചരിത്രമുള്ള ഈ സ്കൂള് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിച്ച് നിലനിർത്തുകയാണ് വേണ്ടതെന്ന ആവശ്യമാണ് വ്യാപകമായിട്ട് ഉയരുന്നത്. ഇതിനെക്കുറിച്ച് മാനേജ്മെൻറ്റ് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട്, സർക്കാരുമായി സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇവിടെ അന്തിമമായിട്ട് ഇടപെടേണ്ടത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇക്കുറി സ്കൂൾ തുറക്കുമ്പോൾ വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി കഴിയുകയാണ് കൊല്ലം തേവലക്കരയിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബം. എല്ലാ വർഷവും 3 പേരും കൂടി ചേർന്നാണ് സ്കൂളിലേക്കുള്ള ബുക്കുകൾ പൊതിയാറുള്ളത്. ഇപ്രാവശ്യം ഇളയ മകൻ ഒറ്റയ്ക്കിരുന്നാണ് ബുക്ക് പൊതിഞ്ഞതെന്നും മിഥുന്റെ നഷ്ടം നികത്താനാവില്ലെന്നും കുടുംബം പറയും. വിളന്തറയിലെ മിഥുന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. മിഥുന്റെ മാതാപിതാക്കൾ ന്യൂസ് 18നോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിച്ചറിയാം.
പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. എന്താണ് മകൻ്റെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? എൻ്റെ മോൻ്റെ ഒരു വിയോഗം കൊണ്ട് ഒരുപാട് സ്കൂളുകൾ സേഫായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് ഇങ്ങനെ സംബോധിക്കരുത്. ഒരു അച്ഛൻ്റെ അമ്മയുടെയും വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും, ആർക്ക് പറ്റിയാലും കുറച്ചിട്ട് ആ ഒരു ഇത് മാത്രമേ. ഇനി ഞങ്ങളൊരു സംഭവം ഒരിക്കലും ഉണ്ടാവരുത് ഒരു കുഞ്ഞിനും. ഇളയാളിപ്പോൾ പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്. ആളിപ്പം അല്ല, അവിടെ തന്നെ സെൻറ്റ് ആൻഡ്രൂസിലാണ് പഠിക്കുന്നത്. മിഥുൻ നേരത്തെ പഠിച്ച മിഥുൻ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ തന്നെ സെൻറ്റ് ആൻഡ്രൂസ് പട്ടാളവ്. കഴിഞ്ഞ വർഷമേ ഉള്ളൂ എൻ്റെ മക്കളെ കൊണ്ട് പോകാനത്. പക്ഷേ ഈ വർഷം ഇന്നലെ കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളൂ ഞാൻ ബുക്ക് പൊതിഞ്ഞ് കൊടുക്കാറുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു ബുക്ക് പൊതിഞ്ഞ്. എൻ്റെ മോൻ ഇന്നലെ ഒറ്റയ്ക്കായിരുന്നു ബുക്ക് പൊതിഞ്ഞ്. പിന്നെ എനിക്ക് മനസ്സ് വന്നില്ല, പിന്നെ കുറച്ച് ബുക്ക് പൊതിഞ്ഞ് കൊടുത്തു. ഞാൻ പോകാൻ നേരത്തെ ലാസ്റ്റ് തുണി വാങ്ങിക്കാൻ പോയ കട ഞാനും എൻ്റെ മിഥുനും സുവിനും കൂടെ പോയ കടയിൽ പോയ എൻ്റെ മോൻ ഇന്നലെ ഡ്രസ്സ് വാങ്ങിച്ചത്. അവൻ്റെ അളവിനുള്ള ഡ്രസ്സല്ല ഇന്നലെ എടുത്തത്, എൻ്റെ മിഥുൻ്റെ അളവിനുള്ള ഡ്രസ്സായിരുന്നല്ലോ ഞങ്ങൾ. പക്ഷേ വിഷമമുണ്ട്, എൻ്റെ മോനില്ലല്ലോ. ഇതിൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നാണല്ലോ വീട് ഒരുക്കി തന്നത്. എന്താ അതേപോലെ വളരെ നന്ദിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ സർക്കാർ എല്ലാവരും നമ്മളെ ഒരുപാട് സഹായിച്ച് എടുത്ത് കയറിക്കിടക്കാട് ഉണ്ടാക്കി തന്നു. എൻ്റെ മോൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നത്, അതൊക്കെ ചെയ്തു തന്നു. പുള്ളിക്കാരൻ പറയും അപ്പൻ്റെ കാശ് കാണത്തില്ല, ഒന്നും മേടിക്കണ്ട, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും എന്നെ പുള്ളിയെ കൊണ്ടുപോകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ നഷ്ടം നമുക്കല്ലേ. അതിനകത്തുനിന്ന് ഇതുവരെ റിക്കവറി ആയിട്ടില്ല. ഇപ്പോഴും അതേ അവസ്ഥ തന്നെ പോവുക. സ്പോർട്സിനോടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പുള്ളിക്കാർ ക്രിക്കറ്റ് കളിക്കും, ഞങ്ങൾ ഒരുമിച്ച് കളിക്കും. ഞാൻ എൻ്റെ മോന് മിഥുന് സുജി ഞങ്ങളെല്ലാം ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കും. ഫുട്ബോളാണ് മെയിൻ, അതെല്ലാത്തിനും പോവും. ഇരുത ഓർമ്മ കൊണ്ട് ജീവിക്കുന്നിപ്പോൾ. ഇതിൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ? കൂട്ടുകാരൊക്കെ നമ്മുടെ വീടിൻ്റെ ഇതിനൊക്കെ ഒരുപാട് പേര് വന്നായിരുന്നു, ഇഷ്ടം പോലെ വന്നു. എനിക്കറിയാത്ത ആൾക്കാർ പോലും വന്ന്. ഞാൻ ഇതിൻ്റെ കൂട്ടുകാരാന്ന് പറഞ്ഞാൽ വരുന്നത്. ഇഷ്ടം പോലെ സ്കൂളിൻ്റെ അധ്യാപകരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. തീർച്ചയായും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് മിഥുൻ്റെ മാതാപിതാക്കൾ ഇന്നും കഴിയുന്നത്. വിനീഷ്, ന്യൂസ് 18 കൊല്ലം. കൊല്ലം തേവലക്കര സ്കൂളിലെ അപകടമുണ്ടാക്കിയ ക്ലാസ് മുറി നവീകരിച്ചു. തടിപ്പാളികൾക്ക് പകരം ഇരുമ്പ് നെറ്റ് സ്ഥാപിക്കുകയും മറ്റ് സുരക്ഷാ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഇതിൻ്റെ മരണത്തിന് ശേഷം അടച്ചിട്ട 8B ക്ലാസ് റൂം ഈ അധ്യയന വർഷത്തിൽ തുറന്ന് പ്രവർത്തിക്കും. വിനീഷിൻ്റെ റിപ്പോർട്ടുകൾ. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ് നമ്മളുള്ളത്. 8B എന്ന ക്ലാസ് റൂമിലാണ്. ഈ ക്ലാസ് റൂമിന് ഒരു പ്രത്യേകതയുണ്ട്. മിഥുൻ പഠിച്ച ക്ലാസ്സായിരുന്നു ഇത്. നമുക്കറിയാം 2025 ജൂലൈ 17-നാണ് മിഥുന് അതിദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുന്നത്. അത് ഈ ക്ലാസ് റൂമിന് സമീപത്ത് ഈ കാണുന്ന ഈ ഷീറ്റിന് മുകളിലൂടെ നടന്നു പോയ സമയത്ത് 3 ഫേസ് ലൈനിൽ പിടിക്കുകയും ഷോക്കേൽക്കുകയും ചെയ്തിരുന്നു. അത് സഹപാഠിയുമായിട്ട് കളിച്ചതിനിടയിൽ ചെരുപ്പ് ഈ ഷീറ്റിന് മുകളിലേക്ക് അകപ്പെട്ടപ്പോൾ ചെരുപ്പ് എടുക്കാനായി കുട്ടി ഇതുവഴി കയറിയാണ്. ചെരുപ്പ് എടുക്കുന്നതിനിടയിലാണ് ഈ ഒരു ദാരുണമായ അന്ത്യം സംഭവിച്ചത്. മനസാക്ഷിയെ ഞെട്ടിച്ച വലിയ ഒരു സംഭവം തന്നെ ആയിരുന്നു. ഈ സംഭവത്തിൻ്റെ നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. നമ്മൾ തേവലക്കര സ്കൂളിൽ ക്ലാസ് റൂമിലാണുള്ളത്. അതിനുശേഷം ഈ ക്ലാസ് ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഈ ക്ലാസ് റൂമിൽ നിറഞ്ഞ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മിഥുൻ്റെ ഓർമ്മകൾ അവരുടെ പഠനത്തെ ബാധിക്കും എന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടതോടു കൂടിയാണ് ഈ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ മറ്റൊരു ക്ലാസ് റൂമിലേക്ക് മാറ്റുകയും ഈ ക്ലാസ്സിൽ പഠനം നടത്താതിരിക്കുകയും ചെയ്തത്. എന്തായാലും പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്നു. ഈ ക്ലാസ്സിൽ ഇനിയിപ്പോൾ നിറയെ കുട്ടികളെത്തും, കളിച്ചിരികളെത്തും. പഴയ രീതിയിൽ തന്നെ ഈ ക്ലാസ് റൂം മാറും എന്നുള്ളതാണ്. വിനീഷ്, ന്യൂസ് 18 കൊല്ലം. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനി ഇന്ന് 5ാം ക്ലാസ്സിലേക്കെത്തി. പല്ലശന VIMHS സ്കൂളിലേക്കാണ് പുതുതായി വിനോദിനി ചേർന്നത്. പാലക്കാട് നൂറണി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു.
മുഖ്യാതിഥി ശ്രീ ആസിഫ് അലിയ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയങ്കരായ ആളുകളെ, നമുക്ക് പാലക്കാട് ജില്ല ഇവിടെ കഴിഞ്ഞ വർഷം കലോത്സവത്തില് ആലത്തൂരിന്റെ മുന്നിൽ 1 പോയിന്റിനാണ് നമ്മൾ 2ാം സ്ഥാനത്തേക്ക് പോയത്. സ്പോർട്സിൽ നമ്മൾ ജില്ലാതലത്തിൽ 3ാം സ്ഥാനത്തുണ്ടായിരുന്നു. ആനക്കല്ല് സ്കൂള് വളരെ പിറകിലായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി പോലും ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ പാലക്കാട് ഉപജില്ലയില് SSLC റിസൾട്ട് മികച്ച മുന്നേറ്റമാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പാഠ്യേതര വിഷയങ്ങൾ അവധിയും ആഘോഷവും കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്കെത്തി. വർണ്ണപ്പകിട്ടാർന്ന ഒരുക്കങ്ങളുമായി സ്കൂളും അവരെ കാത്തിരിക്കുകയായിരുന്നു. വലിയ തയ്യാറെടുപ്പുകളായിരുന്നു ഓരോ വീട്ടിലും. അങ്ങനെ ഒരു വീട്ടിലെ കാഴ്ചകളിലേക്കാണ് ഇനി. ഒരു വീട്ടിലെ 4 പേർ, 1ാം ക്ലാസ്സുകാരനും 11ാം ക്ലാസ്സുകാരിയും അടങ്ങുന്ന കുടുംബം. കാക്കനാട് പുത്തൻപുരയിൽ ഷിജു തോമസിന്റെയും മേഘയുടെയും മക്കളാണ് ഭാവൻസിലെ വിദ്യാർത്ഥികളായ ഈ 4 സംഘം. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. ഒരേ യൂണിഫോമിൽ എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ നമുക്ക് ആദ്യം ഇസഹാക്കിനോട് തന്നെ സ്കൂളിൽ പോകാൻ നിൽക്കുവാണോ? ആണോ? ഇനി നാലും കൂടെ ഉണ്ട്. എന്തോ? നാളെയും ഞാൻ തുടങ്ങേണ്ട സ്കൂള്. ആണോ? അപ്പൊ ഇനി എന്ന് സ്കൂളിൽ പോവാ അല്ലേ? പുതിയ കൂട്ടുകാരെ കിട്ടും. പുതിയ കൂട്ടുകാരെ കിട്ടും. പുതിയ പാട്ട് പഠിക്കാം. പിന്നെ പുതിയ ടീച്ചർമാരെ കിട്ടും. ടീച്ചർ കിട്ടും. അല്ലേ? ഇപ്പോഴുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ശിവാലിക്ക് അവിടെ തന്നെയാണോ? ഈ സ്കൂളിൽ തന്നെ ഉണ്ടോ? സ്കൂളിലോട്ട് വരില്ല? വേറെ സ്കൂളിലാണോ? അയ്യോ, അത് വേറെ ക്ലാസ്സിലാണോ? അപ്പൊ സ്കൂളിൽ വെച്ച് കാണാലോ. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടും അല്ലേ? അപ്പോ ഇസഹാക്ക് സ്കൂളിലേക്ക് പോകുന്നതിന്റെ സന്തോഷമാണ് പങ്കിട്ടത്. മോള് 4ാം ക്ലാസ്സിലേക്ക്. ഇപ്പോ ഇവിടെ തന്നെ ആയിരുന്നല്ലോ അല്ലേ? എന്താണ് സ്കൂള്, പുതിയ ബാഗ്, പുതിയ എന്താ പറയണേ, സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഫ്രണ്ട്സിനെ കാണാനും പുതിയ ടീച്ചേഴ്സിനെയും കാണാനും സന്തോഷം. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കളിക്കാനും, ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി പുതിയ ടീച്ചേഴ്സൊക്കെ, പിന്നെ പുതിയ ക്ലാസ്, അങ്ങനെയൊക്കെയല്ലേ. കഴിഞ്ഞ ക്ലാസ് ബെസ്റ്റ് ടീച്ചർ ആരാ? അതെനിക്കറിയില്ല. എല്ലാം ടീച്ചേഴ്സും ബെസ്റ്റ്. ബെസ്റ്റ് ഫ്രണ്ടോ? അതിഥി സ്കൂളിലുണ്ട്. ക്ലാസ്സിൽ തന്നെയാണോ? ഓക്കെ. അപ്പൊ ആ ഒരു സന്തോഷം കൂടിയുണ്ട്. അപ്പൊ +1 എന്താ പറഞ്ഞേ, 1ാം ക്ലാസ്സിലേക്ക് 11ാം ക്ലാസ്സിലേക്ക് അല്ലേ? അപ്പൊ എങ്ങനെയാണ് കുഞ്ഞാനിയിൽ 1ാം ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്? അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അവന് ഇത്രയും കൂടെ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പൊ ഫസ്റ്റിലേക്ക് ഞങ്ങൾ എല്ലാരും കൂടെ എൻകറേജ് ചെയ്ത് വിടുന്നുണ്ട്. പുതിയ ടീച്ചേഴ്സും ഫ്രണ്ട്സ്. പിന്നെ അവനൊരു വിഷമമുണ്ട്, ഫ്രണ്ട്സ് എല്ലാരും പല ക്ലാസ്സിലേക്ക് പോയി. ഞാനും അവസ്ഥ തന്നെയാണ് നിൽക്കണത്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പല ക്ലാസ്സിലായി പോയി. പുതിയൊരു ജേണി ആവട്ടെ എന്ന്. എന്താണ് എൽറോയ്ക്ക് പറയാനുള്ളത്? എന്താണ്? 7ാം ക്ലാസ്സിലേക്കാണ് അല്ലേ? ഇപ്പൊ UPS കഴിയാവുന്ന, അതായത് UPയിലെ ഏറ്റവും വലിയ സ്റ്റുഡന്റ് ആണ്, സീനിയർ സ്റ്റുഡന്റ് ആണ് അല്ലേ? എന്താണ് സന്തോഷം? എന്താണ് അനിയും സ്കൂളിലേക്ക് പോകുന്നു? അനിയത്തിന്റെ ചേച്ചിന്റെ സ്കൂളിലൊക്കെ എല്ലാവരും സ്കൂളിലാണ്. അതായത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ബോറടിച്ച് 2 മാസം ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുമല്ലേ. അപ്പൊ ഇനി ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി കളിക്കാം, ഈ പുതിയ ടീച്ചേഴ്സിനെ കാണാം. അപ്പൊ ഇങ്ങനെ ഓരോന്നായി പോണം. പ്രധാനമായിട്ടും എല്ലാവർക്കും ഫ്രണ്ട്സിനെ കാണാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ സന്തോഷം. പഠിക്കാം എന്നുള്ളത് ഒരു സെക്കൻഡ് ഓപ്ഷനാണ്. ഫ്രണ്ട്സിനെ കാണാം, സന്തോഷമുണ്ട്. കളിക്കാം, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. 2 മാസം വീട്ടിൽ നിന്ന് ബോറടിച്ചു എന്നൊക്കെയാ പറയുന്നത്. 4 പേര് സ്കൂളിൽ പോവാ, 4 പേര് സ്കൂളിലേക്കാ. 4 പേരുടെ പഠന കാര്യങ്ങൾ ഉൾപ്പെടെ, മീൻസ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അത് എന്താണ് ഒരു അഡ്വൈസ് പൊതുവെ അങ്ങനൊരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അവരുടെ ഒരു പഠനത്തിന്, എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്യാം? എല്ലാവർക്കും വേണ്ടി കുറച്ചാണെങ്കിലും ടൈം ഒന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അവരോട് നന്നായിട്ട് സംസാരിക്കുക, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ തിരക്കുക. അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ, അത് കാരണം അവർക്ക് എല്ലാത്തിനും ഞാനുണ്ട്. അതാണ്. എന്തായാലും ഇവർ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ആശംസ പറയാം. പുതിയ സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും ഒരു ആശംസ പറയാം. പുതിയതായിട്ട് ഈ 1ലേക്കും പുതിയതായി സ്കൂളിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എന്റെ വക ആശംസകൾ നേരുന്നു. മാസപ്പടി കേസിൽ CMRLന് താൽക്കാലിക ആശ്വാസം. ED അന്വേഷണം ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ
തടഞ്ഞു. തുടർ നടപടികൾ CMR നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ അല്പം മുമ്പാണ് പുതിയ സ്റ്റേ ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് വാദം പൂർണ്ണമായും പൂർത്തിയായിരിക്കണം. അതിനുശേഷമാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞാ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, അല്പം മുൻപ് വരെ തുടർവാദം കേൾക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. ഹൈക്കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കുകയായിരുന്നു. അതായത് ഇടക്കാല ഉത്തരവില്ല, പൂർണ്ണമായും ഇന്ന് തന്നെ വാദം കേൾക്ക് വിധിയുണ്ടാകുമെന്ന് തന്നെയായിരുന്നു ഹൈക്കോടതി അറിയിച്ചിരുന്നത്. അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചിരുന്നത് അങ്ങനെയാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നേരത്തെ നമുക്കറിയാം ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേ ആണ്, അതായത് തുടർ നടപടി വെള്ളിയാഴ്ച വരെ പാടില്ല എന്നുള്ള നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമേ ഹൈക്കോടതി തീരുമാനിക്കാം തുടർ നടപടികൾ ഉണ്ടാകുക. അതിനുശേഷമുണ്ടായ വിധിക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുകയെങ്കിൽ സംഭവിക്കുക എന്നുള്ളതാണ്. അതേസമയം ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേ, അതായത് ഈ വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇടുക്കി ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണ് CMRL മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ SFIയുടെ അന്വേഷണത്തിന്റെ മേലുള്ള പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നിട്ടിറങ്ങിയത്. ഇഡിക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലീസോ CBIയോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു FIR വേണം. ആ FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ECIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ. ആ ECIR ഇല്ല എന്നുള്ളതാണ്. അതേസമയം ഇഡി കോടതിയിൽ മുന്നോട്ട് വെച്ച വാദം ഇതാണ്. ECIR എന്ന് പറഞ്ഞാൽ കേസെടുക്കൽ എന്ന അർത്ഥമില്ല, ലഭിച്ചിട്ടുള്ള രേഖകളുടെ ക്രോഡീകരണമാണ്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് വെച്ച ശേഷമുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുക, കേസന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതേസമയം SFIയുടെ അന്വേഷണത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള രേഖകളുടെയും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡി നടത്തിയ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഇഡി വീണ വിജയനെ ചോദ്യം ചെയ്തത്. അന്നുണ്ടായിരുന്ന റെയ്ഡിനിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വാഭാവിക ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു. അതേസമയം ഇനി ഇഡിക്ക് വിശദമായി വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമൻസ് അയക്കേണ്ടതുണ്ട്. മറ്റ് CMRL ഉദ്യോഗസ്ഥർക്കും സമൻസ് അയച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇഡി കോടതിയെ ബോധ്യപ്പെടുത്തിയത്. നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്ന സാഹചര്യവും ഇഡിയുടെ അന്വേഷണം തുടരാം എന്നുള്ള ആ സാഹചര്യവും മാത്രമല്ല അന്വേഷണത്തിന് സ്റ്റേ ആവശ്യപ്പെട്ടാണ് CMRL കോടതിയെ സമീപിച്ചത്. സ്റ്റേ ഇല്ല എന്നുള്ള ഉത്തരവായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേ തുടർന്നാണ് CMRL വീണ്ടും ഡിവിഷൻ ബെഞ്ചിലെത്തുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ കേസ് സാഹചര്യത്തിലാണ് നേരത്തെ ഈ ഇഡിക്ക് മുൻപാക്കി ഹാജരായാൽ ക്ലീൻ ചിറ്റ് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്, അത് കുറ്റവിമുക്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കാനാകില്ല എന്ന ഇഡി CMRനോട് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ CMRന് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇഡി നിർബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. ഇഡിക്കെതിരെ അല്ലെങ്കിൽ ഇഡിയുടെ അന്വേഷണത്തിന് സ്റ്റേ വേണമെന്നുള്ളതിന്റെ അർത്ഥം നിസ്സഹകരണമെന്നല്ല. ഇഡിയോട് ഒരു ഘട്ടത്തിലും CMR സഹകരിക്കാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. കോടതിയിൽ എത്തി എന്നുള്ളത് നിസ്സഹകരണമെന്ന് ചേർത്ത് വായിക്കാനാകില്ല എന്നാണ് CMR പ്രധാനമായും കോടതിയിൽ അറിയിച്ചത്. അങ്ങനെയാണ്. എന്തായാലും ഈ CMRലിന് ആശ്വാസകരമായ നടപടിയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങേറ്റം രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാവുന്ന ഒരു വിധി കൂടിയായിരുന്നു ഒരു പക്ഷേ ഇഡിയുടെ അന്വേഷണത്തിന് തടസ്സമുണ്ടായ ഈ അന്വേഷണം തുടരുകയായിരുന്നെങ്കിൽ ഉണ്ടാവുക. അത്തരം ഇടപെടലുകൾക്ക് സ്വാഭാവികമായും ഒരു ഇടവേള വന്നിരിക്കുകയാണ്. എന്തായാലും വെള്ളിയാഴ്ച 1:45 ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ആയിരിക്കും ഹൈക്കോടതി ഇടപെടൽ വീണ്ടും ഉണ്ടാവുകയും ഇടയ്ക്ക് ഈ കേസിൽ ഇടയ്ക്ക് കോടതി ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചിരുന്നല്ലോ ആജ്ഞ. അതായത് ഈ കേസ് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്? അഥവാ നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടുമല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ള തടസ്സം ഈ വാദഗതികൾ അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചു വിടുന്നല്ലോ. അതും പ്രധാനമാണല്ലോ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, കോടതിയുടെ ചോദ്യം പ്രധാനമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കോടതിയിൽ കോടതി ഇങ്ങനെ ക്ലീൻ ചിറ്റ് കിട്ടുന്നതല്ലേ നല്ലത്? കുറ്റവിമുക്തരാക്കുന്ന ഒരു നടപടിയിലേക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയാൽ അതുണ്ടാകില്ലേ? അതുകൊണ്ട് ഇഡിക്ക് മുൻപാകെ രേഖകൾ ഹാജരാക്കുന്നത് എന്താണ് തടസ്സമെന്ന് കോടതി ചോദിച്ചിരുന്നു. കേസുമായി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള തരത്തിലാണ്. അതിനുള്ള മറുപടിയായിട്ടാണ് CMRൽ പറഞ്ഞത്. ഇഡിയോട് സഹകരിക്കാതിരുന്നിട്ടില്ല. പക്ഷേ ഇഡി എപ്പോഴും നിർബന്ധിതമായി ഇത്തരം കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇഡിക്ക് നിയമപരമായി അതിനുള്ള സാധുതയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല.
നിർദ്ദേശിച്ചിരിക്കുന്നത് FIR-ന്റെ അടിസ്ഥാനത്തിൽ വേണം ECIR രജിസ്റ്റർ ചെയ്യാൻ. അത്തരത്തിലൊരു കേസോ അതല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിക്രമങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ CMR-ന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പോലീസ് കേസോ അതല്ലെങ്കിൽ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസോ അത്തരത്തിലൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ SFIO അല്ലെങ്കിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം മാത്രമാണ്. അത് അവർ കേന്ദ്രത്തിനാണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. SFIOയ്ക്ക് അതിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. SFIO ഈ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതിനെ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് എന്നാണ് SFIOയുടെ ടെക്നിക്കൽ ടേം. പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED അന്വേഷണവുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അത്തരം ഇടപെടലുകൾ EDയെ സംബന്ധിച്ച് നിയമവിരുദ്ധമാണ്. ED ചട്ടവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്റ്റേ നൽകാൻ ED വിസമ്മതിച്ചിരുന്നു. പൂർണ്ണമായ വാദം കഴിയട്ടെ എന്നാണ് കോടതി പൂർണ്ണമായി വാദം കഴിയട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. ഇടയ്ക്കിലെ പരാമർശങ്ങൾ കൂടി നടത്തിയിരുന്നു. എന്തുകൊണ്ട് കേസ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നു, അതിൻ്റെ ആവശ്യം എന്താണ്? പക്ഷേ ഇപ്പോൾ വെള്ളിയാഴ്ച വരെ ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്നല്ലേ കരുതാൻ കഴിയൂ? അങ്ങനെ കരുതാൻ കഴിയുള്ളൂ രഞ്ജിത്ത്. മാത്രമല്ല ഈ കേസിൽ ഒരു താൽക്കാലിക ആശ്വാസം ഒരുപക്ഷേ ഹർജിയിൽ അതുവരേക്ക് എന്നൊരു നിബന്ധന അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം കോടതി ഈ നിലപാടെടുത്തത്. എന്തായാലും പൂർണ്ണമായ വാദം കേട്ട ശേഷമേ വിധി പറയൂ എന്നതാണ് കോടതി നിലപാട്. വെള്ളിയാഴ്ച തന്നെ വിധി ഉണ്ടാവും. അപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അതേ നിലപാട് തന്നെ എടുക്കുമോ അതല്ല ഡിവിഷൻ ബെഞ്ച് CMRLൻ്റെ വാദം ത്തിനൊപ്പം നിൽക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതിയിലെ സാങ്കേതിക നടപടിക്രമങ്ങൾക്കപ്പുറം അത് സംസ്ഥാനത്തുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിഫലനം ഏറെ വലുതാണ്. കാരണം EDക്ക് ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന തീരുമാനം കോടതിയിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായി നടക്കാൻ പോകുന്ന നടപടി വീണ വിജയന് സമൻസ് കിട്ടുക, അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലും, വേണ്ടിവന്നാൽ അറസ്റ്റ് പോലും നടത്താനും അത്ഭുതമില്ല എന്ന രാഷ്ട്രീയ സാഹചര്യം പോലുമുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ CMRLൻ്റെ ഹർജിയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ വീണ വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നത്. നിലവിലുണ്ടാവുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. വെള്ളിയാഴ്ച വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്നത്. തീർച്ചയായും കോടതിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കാം. ഒരു അന്തിമ തീർപ്പ് വെള്ളിയാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഹർജിയിൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അമ്മായിയമ്മ സിൻഡ്രോം എന്ന് ഹൈക്കോടതി. മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത്? മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു. ഇക്കാര്യം കമ്മീഷനെ നിയോഗിച്ച് അന്വേഷിക്കണം. അന്വേഷണം രഹസ്യ സ്വഭാവത്തിൽ നടത്തണം എന്നും ഹൈക്കോടതി പറഞ്ഞു. ആജ്ഞ രവീന്ദ്രനാണ് തുടരുന്നത്. ആജ്ഞ, വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം മുന്നോട്ട് വെച്ചത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ എന്താണ് നടക്കുന്നതെന്നാണ് കോടതി പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടും നേരത്തെയും ഇത്തരത്തിലെ വിദ്യാർത്ഥികൾ അധ്യാപകരാൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകളും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വെച്ചത്. ഇതിന് കമ്മീഷനെ നിയോഗിക്കണം. വിദ്യാർത്ഥികളുമായി രഹസ്യമായി ഈ കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തുകയും രഹസ്യമായ വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും വേണം. എന്താണ് മെഡിക്കൽ കോളേജുകളിൽ സംഭവിക്കുന്നത്? കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ അധ്യാപകർക്ക് അമ്മായിയമ്മ നയമാണ് അവർ കാണിക്കുന്നത്. അതായത് തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, തങ്ങൾ പഠിക്കുന്ന കാലത്ത് തങ്ങളുടെ അധ്യാപകരാൽ അല്ലെങ്കിൽ ഗുരുക്കന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടു, അത് തങ്ങളുടെ വിദ്യാർത്ഥികളും തങ്ങൾ അധ്യാപകരാകുമ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികളും അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ വെച്ചിട്ട് തന്നെയാണ് അത് ഈ മെഡിക്കൽ കോളേജുകളിൽ മാത്രമല്ല, മൊത്തത്തിൽ ഇത്തരം ഇന്റേണൽ മാർക്കുകൾ അല്ലെങ്കിൽ അധ്യാപകരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഹെഡിനെയോ ആശ്രയിച്ച് ഇന്റേണൽ മാർക്കുകൾ വേണ്ടിവരുന്ന ഇന്റേണൽ മാർക്കുകളുടെ സാഹചര്യം ഉണ്ടാകുന്ന എല്ലാ വിദ്യാലയങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഈ ഒരു പ്രശ്നം നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്റേണൽ മാർക്കിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കപ്പെടാൻ നമ്മൾ നേരത്തെ ഈ കാലടി സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഒരു HODയുടെ വോയിസ് പുറത്തു വന്നത് നമുക്കറിയാം. ഇത്തരത്തിൽ അതായത് അവർ പറയുന്ന ഒരു പർട്ടിക്കുലർ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരുടെ PhD തടഞ്ഞു വെക്കും, അല്ലെങ്കിൽ ഓപ്പൺ ഡിഫൻസ് തടഞ്ഞു വെക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി പറഞ്ഞു. അതായത് അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ, നേരിട്ട് വിദ്യാർത്ഥികളെ അറിയുന്ന അധ്യാപകർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അവരുമായി ഒരു സമവായത്തിൽ പോയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് ആ മാർക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സർവകലാശാല അനുവദിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് പല അധ്യാപകരും കയ്യിലെടുക്കുന്നുണ്ട്.
കൈക്കൊള്ളുന്നുണ്ട്. അത്തരമൊരു നടപടി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം വിദ്യാർത്ഥികളുമായി രഹസ്യ സംവാദം നടത്തണം. കമ്മീഷൻ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഇതിനൊരു കമ്മീഷൻ രൂപീകരിക്കണം. കമ്മീഷൻ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണം. തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇത്തരത്തിൽ നിരീക്ഷണം നടത്തിയത്. ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തിയത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച കോടതി വീണ്ടും വാദം കേൾക്കും. ശരി, ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മിൽമ പാലിനും തൈരിനും വില കൂടി. പാൽ വില ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപയും കൂടി. പുതിയ പാക്കറ്റുകൾ വരുന്നതുവരെ പഴയ വില പ്രിന്റ് ചെയ്ത കവറുകളിലായിരിക്കും. നെയ്യടക്കം മറ്റ് ഉൽപ്പന്നങ്ങൾക്കും വൈകാതെ വില ഉയരും. മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില കൂടും. പാചകവാതകത്തിന് പിന്നാലെയാണ് പാൽ ഉൽപ്പന്നങ്ങൾക്കും പാലിനുമൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ 4 രൂപയാണ് പാലിന് ലിറ്ററിന് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം തൈരിനാകട്ടെ കിലോഗ്രാമിന് 10 രൂപയും മഞ്ഞ കവർ പാലിന് 27 രൂപയും നീല കവർ പാലിന് 30 രൂപയും ഓറഞ്ച് കവർ പാലിന് 30 രൂപയും പച്ച കവറിലുള്ള പാലിന് 32 രൂപയുമായിരിക്കും ഇനി മുതൽ ഈടാക്കുക. തൈര് ക്ലാസിക് അതിന് പാക്കറ്റിന് 40 രൂപയാകും. തൈര് എലൈറ്റിന് 45 രൂപ. ഇങ്ങനെയാണ് മിൽമയുടെ വില വർധനവ്. ഇത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പക്ഷേ പുതിയ കവറുകളൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ കവറിൽ തന്നെ ആയിരിക്കും പാൽ എത്തുക. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വർദ്ധിപ്പിച്ച വിലയായിരിക്കും എന്നതാണ് കൗതുകം. ഞാനിപ്പോൾ ഉള്ളത് വലിയ തുറയിലുള്ള ഒരു ചെറിയ ചായക്കടയിലാണ്. ഇവിടെ ചേട്ടാ, ചായക്ക് എത്രയാണ് ഇപ്പോൾ? ഇപ്പോൾ നമ്മൾ 12 രൂപ ഈടാക്കിക്കൊണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മൾ 15 രൂപ ഈടാക്കും. കാരണം പാലിൻ്റെ വില കൂടിയതുകൊണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇനി 15 രൂപ വെച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആൾക്കാരൊക്കെ സഹകരിക്കുമോ ഈ 15 രൂപ ചായക്കെന്ന് പറയും? 15 രൂപ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെയും പാലിൻ്റെയും വില കൂടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന് ചെയ്താലല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ചായ 5-10 കവർ പാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കാരണം ഇതുപോലെ വില കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വില കൂട്ടിയാലേ പറ്റുള്ളൂ. ചേട്ടാ, ചായയുടെ വില കൂടുക. വില കൂടിയെന്നാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാതിരിക്കാൻ പറ്റും. എന്നിവിടെ വന്നാ കുടിക്കുന്നത്? എന്നിവിടെ അല്ല, പണിയും ഇങ്ങോട്ടെങ്കിൽ ഇവിടെ കുടിക്കും, അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കുടിക്കും. അപ്പം അവർ പറയുന്ന ന്യായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ന്യായം തന്നെ. പിന്നെ അവര് നഷ്ടത്തിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. 15 20 കൊടുത്തേ പറ്റൂ. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. 15 രൂപയിലേക്ക് 12 രൂപയായിരുന്നു ചായക്കടകളിലൊക്കെ ഈടായിക്കൊണ്ടിരുന്നത്. അത് 3 രൂപയുടെ കൂട്ടാനുള്ളൊരു പരിപാടിയിലാണ്. കാരണം 15 രൂപയാക്കാതെ രക്ഷയില്ല എന്നാണ് ചെറുകിട കച്ചവടക്കാർ വരെ പറയുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെയൊക്കെ കാര്യം പറയേണ്ടതില്ല. അപ്പം ഗണ്യമായൊരു വില വർധനവ് പ്രതീക്ഷിക്കാം ഹോട്ടലുകളിലൊക്കെ ഇന്നു മുതൽ. കാരണം പാചകവാതകത്തിനും പാലിനും പാലുൽപ്പന്നങ്ങൾക്കുമൊക്കെ ഒരേ സമയം വില കൂടുന്ന ഒരു സാഹചര്യം അത് വളരെ അപ്രതീക്ഷിതമായി ഒരു കൂനിന്മേൽ കുരു പോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇത് ഹോട്ടലുകളെ ഇനി ബാധിക്കുക എന്നതൊക്കെയാണ് അറിയാനുള്ളത്. വൈകാതെ തന്നെ പുതുക്കിയ വിലവിവര പട്ടികയൊക്കെ പുറത്തു വരുമായിരിക്കും. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് സാധാരണ ചായക്കടയിൽ നിന്നൊരു ചായ മേടിക്കുമ്പോൾ 15 രൂപ കൊടുക്കേണ്ടി വരുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ വില വർധനം അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇതിനിടയിൽ പാചകവാതക വിലയും വീണ്ടും കൂട്ടി. 46 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. ഒരു സിലിണ്ടറിന് 3131 രൂപ നൽകണം. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിലക്കയറ്റം ഹോട്ടൽ മേഖലയെ ബാധിക്കുമെന്നാണ് ആശങ്ക. അതിരപ്പള്ളിയിലെത്തിയ വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹനത്തിന് മുന്നിൽ തമ്പടിച്ചു കാട്ടാന. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കാൻ എത്തവെയാണ് മന്ത്രിയുടെ വാഹനം ആനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ചാർപ്പ ഭാഗത്ത് വെച്ചാണ് സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തി. അതിരപ്പള്ളിയിലെ കാട്ടാനയെ പ്രദേശത്ത് നിന്ന് മാറ്റുമെന്നും ട്രഞ്ചിങ് സാധ്യത പരിശോധിക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. നാളെ മുതൽ ആനകളെ തുരത്തും. സംസ്ഥാനത്ത് ഫെൻസിംഗിന്റെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യക്തമാക്കുന്ന തരത്തിൽ പോർട്ടൽ സ്ഥാപിക്കും. ത്രിതല സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇന്നിപ്പോൾ 2 ആഴ്ച തികയുന്നതിനിടയ്ക്ക് 3 മരണമാണ് ഉണ്ടായത്. അതിന്റെ രൂക്ഷത വിളിച്ചറിയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവിടുന്ന് വരുമ്പോൾ
ഒരു വനാതിർത്തി അത് ബ്രീച്ച് ചെയ്ത് വന്ന് ഒരു സംഭവം ഉണ്ടായെന്നാണ്. പക്ഷെ ഇവിടെ അതല്ല, ഇത്രയും ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിരമായി എല്ലാ ദിവസവും ആന ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഫെയിലിയേഴ്സ് ആണ് പ്രാഥമികമായി ഞാൻ മനസ്സിലാക്കുന്നത്. വേലിയുണ്ട്, സോളാർ ഫെൻസിംഗ് ഉണ്ട്, അതിൻ്റെ ഫെയിലിയർ ഉണ്ട്, പല കാരണങ്ങൾ ഇതിലുണ്ട്. എന്തായാലും വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ ഈ വിഷയം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അഡ്രസ് ചെയ്യാനും, രണ്ട് ഇവർ പറയുന്ന വെച്ചാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ തന്നെ ആനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. അന്നേരം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെ തെർമൽ ഇമേജിങ്ങുള്ള രാത്രി ഉപയോഗിക്കുന്ന ഡ്രോൺ ഇല്ല എന്ന് ഇന്ന് രാവിലെ അറിഞ്ഞു. അതടക്കം അവൈലബിൾ ആക്കിയിട്ട് ഇവിടുത്തെ ആനയുടെ സാന്നിധ്യം ഈ സമയം കൊണ്ട് പഠിച്ച് ഇത് കാട്ടിലേക്ക് അയക്കാനുള്ള ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഇത് അങ്ങനെ ചെയ്യുക. കാട്ടാനാക്രമണത്തിൽ മരിച്ച പുല്ലേർക്കാട് മോഹനന്റെ വീട് മന്ത്രി ഷിബു സന്ദർശിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,320, പവന് 1,14,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,830, പവന് 94,640. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 2,80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവിൽ ടോം ചേരും.